നല്ല മഴക്കോള്. സൂര്യൻ ഇങ്ങോട്ട് വന്നിട്ട് സൂര്യൻ അങ്ങ് പോയോ? ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന്. ബാങ്കിങ് ആൻഡ് ദാനധർമ്മം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ചാരുലത പ്രകാശ്. ഇന്നത്തെ കളിയിൽ ഞാനും ഉണ്ടെന്ന് പറയുന്നു. അതെയോ? ഇന്നത്തെ കളിയിലുണ്ടോ? ഓക്കെ, ആയിക്കോട്ടെ. നിക്ക്. ദേവിക ഉണ്ടോ നോക്കട്ടെ. ദേവിക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിടത്തും കൊണ്ട് കളിക്കാം. ചാരുലതയെ നമുക്കിവിടെ. ദേവിക നായർ ഇല്ല എന്നുണ്ടെങ്കിൽ ചാരുലതയെ നമുക്ക് രണ്ടിടത്തും കൂടെ കളിക്കാം കേട്ടോ. ഓക്കെ. പഠിപ്പിച്ചെടുക്കുക. ദേവിക നായനെ കണ്ടില്ല. ചാരുലേതാ? ഞാൻ നിങ്ങൾ അയച്ചു തന്ന പൈസയുടെ മൂല്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ചാരുലത, ഈ കളിയിൽ ലാഭനഷ്ടങ്ങളില്ല. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കടവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെ അങ്ങോട്ട് എന്താന്ന് വെച്ചാൽ, ഞാനുമായിട്ട് കളിച്ചിട്ട് ബാങ്കുകളിൽ കളിച്ചിട്ട് പിന്നെ അവിടെ എവിടേക്ക് കൊണ്ടുവന്ന് എഴുതി വെക്കല്, ആകെ എന്നെ പറ്റിച്ചു ചതിച്ചു എന്നൊന്നും എഴുതി വെക്കല്. ഞാൻ നല്ലോണം വാരിയിട്ടലക്കും. ലൈവിലൂടെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ആൾക്കാരെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അറിഞ്ഞുകൊണ്ട് വേണം ഈ കളിയിൽ കളിക്കാൻ ഇറങ്ങേണ്ടത്. നിങ്ങളിപ്പോൾ എനിക്ക് 100 രൂപ ഇട്ട് അല്ലേ, ദാനധർമ്മമോ ബാങ്കിങ്ങോ എന്ന പേരിലിട്ടു. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രവൃത്തിയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കളിക്കാനായിട്ട് വന്ന ആളാണ്. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടിയെന്ന് വരില്ല ഇതുപോലെ. മനസ്സിലായോ? കിട്ടാത്ത വരുമ്പോൾ എൻ്റെ 100 രൂപ പോയേ 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 എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാകരുത്. മനസ്സിലായോ? അങ്ങനെയൊന്നുള്ള ആളുകളുമായിട്ടൊന്നും എനിക്ക് കളിക്കുന്ന ഇഷ്ടമല്ല. ഇവിടെ പരാതി പാടില്ല, പരിഭവങ്ങൾ പാടില്ല. ദാനം കൊടുക്കുമ്പോൾ അത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുവാണ്, തിരിച്ചു ചോദിക്കാനും പോകരുത്. ഇനി ബാങ്കിങ് എന്താണെന്ന് വെച്ചാൽ, അതെനിക്ക് തരേണ്ടതെന്നാണ്. ആയിക്കോട്ടെ, അങ്ങനെ വേണം. അതെനിക്ക് തരേണ്ട. യെസ്, അതാകുമ്പോൾ കൊള്ളാം. അതെനിക്കിഷ്ടമായി. പിന്നെ ബാങ്കിങ് എന്താണെന്ന് വെച്ചാല്, ഇത് തന്നെ, നിങ്ങളുടെ അക്കൗണ്ടിലേക്കും പണം വരണം എന്ന ഒരു, പണം വേണം എനിക്ക് എന്നൊരു ചിന്തയാകണം. അതിനെന്ത് വേണം? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇന്ന് വരെ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് വിധിച്ച ഇടത്തു നിന്ന് ദൈവം തരുമെന്ന്. ദൈവം നിങ്ങൾക്ക് കൊണ്ടുതരുമോ? എന്നിട്ട് നിങ്ങളുടെ കട ഇതുവരെ വീട്ടാത്തത് എന്താ ദൈവം? അതൊക്കെ പോട്ടെ. എല്ലാം ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് ദൈവത്തിന്റെ ചുമലിലോട്ട് കൊണ്ടുവയ്ക്കല്ലേ. എന്നിട്ട് എന്താണോ ഇന്ന് വരെ നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ കടം വീട്ടാങ്ങിയത്?
അപ്പോൾ ദൈവത്തിന്റെ കുഴപ്പമല്ല. നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും കഴിവും ഒന്നുമില്ല. നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാതെ നിങ്ങൾ എന്നിട്ട് ദൈവം കൊണ്ട് തരും, ദൈവം കൊണ്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ ദൈവം ആരാ? ഞാനും നിങ്ങളുമാണ്. നമ്മൾ രണ്ടുപേരും ഒരാളായിട്ട് കരുതണം. ഞാനും നിങ്ങളുമാണ്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ പറയുന്ന ദൈവമൊന്നും നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കടന്നു കിട്ടാൻ പോലും വരില്ല. ഞാൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്കുള്ളൂ, നിങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്കും ഉള്ളൂ. മനസ്സിലായോ? എന്നെപ്പോൾ ഒരാള് ഇവിടെ പിറവി എടുത്തേക്കാണ്. വേണമെങ്കിൽ എന്നെ ദൈവമായിട്ട് അങ്ങ് കണ്ടു. മനസ്സിലായോ?